ഫിനിക്സ് ഫ്രണ്ട്സ് എന്ന ടീമിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സെക്കൻഡ് വൺ ഡേ മാച്ചിൽ ഇന്ത്യക്ക് 107 റൺസിന്റെ തകർപ്പൻ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ 49.5 ഓവറിൽ 402 റൺസ് എന്ന പടുകൂറ്റൻ റണ്ണ് നേടുകയായിരുന്നു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാൻ ആവട്ടെ 44.3 ഓവറിൽ 232 റൺസിന് അവരുടെ എല്ലാവരും പുറത്താക്കിയായിരുന്നു. അങ്ങനെ 107 റൺസിന്റെ കിടിലൻ വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഇന്ത്യൻ നിരയിൽ 3 മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. ജയ്ഷാൾ ഓപ്പണറായിട്ടും അതുപോലെ തന്നെ കുൽദീപ് യാദവ്, പ്രിൻസി യാദവ് എന്നിവരാണ് ടീമിലോട്ട് വന്നത്. പ്രിൻസി യാദവിന്റെ അരങ്ങേറ്റ ഏകദിനമായിരുന്നു ഇന്നത്തേത്. അഫ്ഗാനിസ്ഥാന്റെ തീരുമാനം, ഇന്ത്യയുടെ ബാറ്റിംഗ് അയക്കുന്ന തീരുമാനം ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങിയത്. നമ്മുടെ ജയ്ഷാൾ 4 റൺസിന് പുറത്താകുകയായിരുന്നു. വൺ ഡൗൺ ആയിട്ട് ഇറങ്ങിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും ടീമിനെ മുന്നോട്ട് നയിച്ചു. രോഹിത് ശർമ്മയുടെ 48 റൺസ്, 39 ബോളിൽ 48 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ റാഷിദ് ഖാന്റെ ബോളിൽ അദ്ദേഹം ക്ലീൻ ബൗൾഡായി പുറത്താകുകയായിരുന്നു. അടുത്തായി വന്ന നമ്മുടെ ഇഷാൻ കിഷനും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും കൂടെ ടീം സ്കോർ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടിരുന്നു. 6ഉം 4കളും തുരുതുരാ വന്നുകൊണ്ടിരുന്നു. ഇഷാൻ കിഷനാകട്ടെ ഒരു 20-20 ലാഭത്തോടെയാണ് ബാറ്റ് വീശിയത്. ഇവർ രണ്ടുപേരുടെയും കൂട്ടുകെട്ട് 224 റൺസ് എന്ന റെക്കോർഡ് സ്കോറിലോട്ട് എത്തുകയും ചെയ്തു. 79 ബോളിൽ 125 റൺസ് എടുത്ത നമ്മുടെ ഇഷാൻ കിഷൻ ഔട്ടാകുമ്പോൾ അദ്ദേഹം 7 സിക്സ്, അദ്ദേഹത്തിന്റെ പടുകൂറ്റൻ 6 അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് 110 ബോളിലാണ് 154 റൺസ് എടുത്തത്. അദ്ദേഹം 2 സിക്സ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇഷാൻ കിഷൻ ആകട്ടെ ഈ ഏകദിനത്തോടു കൂടി 1000 റൺസ് തയ്ക്കുന്ന ബാറ്റ്സ്മാനുമായി. അത് ഔട്ടായ ശേഷം വന്ന ശ്രേയസ് അയ്യർ 26 റൺസിന് അദ്ദേഹം പുറത്തായെങ്കിലും ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹം 3000 റൺസ് തേക്കുകയും ഉണ്ടായി. അങ്ങനെ ഇന്ത്യ 49.5 ഓവറിൽ 402 റൺസ് എടുത്ത് ഇന്ത്യയുടെ എല്ലാവരും പുറത്താകുകയായിരുന്നു. അഫ്ഗാനിസ്ഥാന് വേണ്ടി നമ്മുടെ റാഷിദ് ഖാൻ 8 ഓവറിൽ 48-ന് 3, കരോട്ടി 10 ഓവറിൽ 76-ന് 4 വിക്കറ്റുകൾ പിടി അവർക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 403 റൺസ് എന്ന വിജയലക്ഷ്യമായിട്ട് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാൻ ആവട്ടെ തുടക്കത്തിലെ അവരുടെ വിക്കറ്റുകളെല്ലാം വീഴുന്നുണ്ടായിരുന്നു. എങ്കിലും അവർക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചത് റഹ്മത്ത് ഷായാണ്. അദ്ദേഹം 79 റൺസ് എടുത്തു. മറ്റുള്ള ആരും തന്നെ മികച്ച സ്കോറുകൾ നേടാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. അങ്ങനെ 44.3 ഓവറിൽ 232 റൺസിന്റെ അവരെല്ലാവരും പുറത്താക്കിയായിരുന്നു. ബൗളിംഗ് നിരയിൽ ഇന്ത്യക്ക് വേണ്ടി ഹർഷ്ദീപ് സിംഗ് 9 ഓവറിൽ 45-ന് 3, പ്രിൻസ് യാദവ് 7.3 ഓവറിൽ 56-ന് 2, ഗുർനൂർ ബാർ 10 ഓവറിൽ 60-ന് 3, വാഷിംഗ്ടൺ സുന്ദർ 7 ഓവർ 24-ന് 1, കുൽദീപ് യാദവ് 10 ഓവർ 48-ന് വിക്കറ്റൊന്നും ലഭിച്ചില്ല. എന്നിങ്ങനെയാണ് ഇന്ത്യൻ നിര ബൗളർമാരുടെ മികച്ച പ്രകടനമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ 44.3 ഓവറിൽ 232 റൺസിന് അഫ്ഗാനിസ്ഥാനെ എല്ലാവരെയും പുറത്താക്കി ഇന്ത്യൻ 107 റൺസിന്റെ കിടിലൻ പടുകൂറ്റൻ വിജയം കരസ്ഥമാക്കി. മാൻ ഓഫ് ദ മാച്ച് ആയി വന്നിരിക്കുന്നത് നമ്മുടെ ശുഭ്മാൻ ഗില്ലാണ്. അപ്പം നിങ്ങളുടെ ഈ കളിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.